ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൂ ജിയോഗ്രഫിക്കൽ റിലംസ് അഥവാ സൂ ജിയോഗ്രഫിക്കൽ മേഖലകൾ എന്ന ടോപ്പിക്കാണ്. പോകാം വീഡിയോയിലേക്ക്. എന്താണ് സൂ ജിയോഗ്രഫിക്കൽ റിലംസ് അഥവാ മേഖലകൾ? നിരവധി ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് ജന്തുജാലങ്ങൾ കാണപ്പെടുന്നതിന്റെയും അവയുടെ അഭാവത്തിന്റെയും അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളെ മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ മേഖലകളെയാണ് സൂ ജിയോഗ്രഫിക്കൽ മേഖല എന്നറിയപ്പെടുന്നത്. അതായത് നിരവധി മൃഗങ്ങൾ കാണപ്പെടുന്നതിന് അവയുടെ സാന്നിധ്യത്തിന്റെയും അവയുടെ അഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇവയാണ് സൂ ജിയോഗ്രഫിക്കൽ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിരവധി സയന്റിസ്റ്റുകൾ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ PL സ്ലേറ്റർ 1857 പക്ഷികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള പ്രദേശങ്ങളെ 6 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് PL സ്ലേറ്റർ എന്ന സയന്റിസ്റ്റ് 1857 പക്ഷികളുടെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് അവ കാണപ്പെടുന്ന എല്ലാ മേഖലകളെയും 6 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം 1876 ആൽഫ്രഡ് റസൽ വാലസ് എന്ന സയന്റിസ്റ്റ് ആണ് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുകയും അതിനെക്കുറിച്ച് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ലേറ്ററിന്റെ മേഖലകളെ അതുപോലെ തന്നെ ഉൾക്കൊണ്ടു. പിന്നെ അതിൽ കുറച്ചതായിട്ട് അകശേരികളെയും കശേരികളെയും ഉൾപ്പെടുത്തുകയും ചെയ്തു. അതായത് നട്ടലുള്ളവയും നട്ടലില്ലാത്ത ജീവികളെ ഉൾപ്പെടുത്തി മേഖല ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സ്ലേറ്ററിന്റെ മേഖലകളെ അതേപോലെ ആ ആശയം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശൈലി കുറച്ചും കൂടെ മൃഗങ്ങളെ ഉൾപ്പെടുത്തി ഇതിനൊന്ന് വിപുലീകരിച്ചെടുത്തു. അത് ചെയ്തത് വാലസ് സയന്റിസ്റ്റ് ആണ്. വാലസ് നിർദ്ദേശിച്ച മേഖലകളെ നമ്മുടെ ഭൂപടത്തിൽ ഡോട്ടൽ ലൈൻ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഡോട്ടൽ ലൈനെ വാലസ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞ ഈ മേഖലകളെ ഭൂപടത്തിന്റെ ഡോട്ടിട്ട് ലൈൻ ആയിട്ട് ഇങ്ങനെ ഓരോരോ ഏരിയകൾ തമ്മിൽ തിരിച്ച് ഡോട്ട് ലൈനിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഡോട്ട് ലൈനിനെ വാലസ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുള്ള മേഖലകൾ ഏതൊക്കെ നോക്കാം. ഒന്ന് പാലിയാർട്ടിക് മേഖല, 2 നിയർട്ടിക് മേഖല, നിയോട്രോപ്പിക്കൽ മേഖല, എത്യോപ്യൻ മേഖല, ഓറിയന്റൽ മേഖല, ഓസ്ട്രേലിയൻ മേഖല. ഇങ്ങനെ 6 മേഖലകളൊക്കെയാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മേഖലയാണ് പാലിയാർട്ടിക് മേഖല എന്നത്. ഏറ്റവും വലിയ മേഖലയാണ്. അതായത് സുവോളജിക്കൽ റിലംസിലെ ഏറ്റവും വലുതെന്ന് അറിയപ്പെടുന്നത് ഈ മേഖലയാണ്. ഈ ഏതൊക്കെ പ്രദേശങ്ങളിൽ രാജ്യങ്ങളാണ് ഇത് ഉൾപ്പെടുന്നത്? യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക, ഏഷ്യ. ഏഷ്യ എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടുന്നില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ ഒഴികെ, ഇന്ത്യയും പാകിസ്ഥാൻ, സൗത്ത് ഈസ്റ്റ് ഒഴികെയുള്ള ഏഷ്യൻ പ്രദേശങ്ങളും മിഡിൽ ഈസ്റ്റുമാണ് ഇത് ഉൾപ്പെടുന്നത്. അപ്പൊ ഏഷ്യ എന്ന് പറയുമ്പോൾ അതിന് ഇന്ത്യ ഉൾപ്പെടുന്നില്ല, പാകിസ്ഥാനും ഉൾപ്പെടുന്നില്ല. ഈ മേഖലകളെ 4 ഉപമേഖലയായി തിരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ഉപമേഖല, മെഡിറ്ററേനിയൻ ഉപമേഖല, സൈബീരിയൻ ഉപമേഖല, മാൻചൂരിയൻ ഉപമേഖല. ഇങ്ങനെ 4 ഉപമേഖലയാണ് ഇതിനെ വീണ്ടും തിരിച്ചിരിക്കുന്നു. ഈ 4 ഉപമേഖല ചേർത്ത് അതിനകത്തുള്ള പ്രത്യേക കാലാവസ്ഥ എന്ന് പറയുന്നത് മിതശീതോഷ്ണ കാലാവസ്ഥയാണ്. മിതശീതോഷ്ണ കാലാവസ്ഥയിലാണ് ഈ മിക്കവാറുള്ള എല്ലാ ഉപമേഖലയിലും കാണപ്പെടുന്നത്. അതുപോലെ ഈ പ്രദേശത്ത് എല്ലാ മേഖലകളും ചേർത്ത് പറയുകയാണ്, അതിനകത്ത് ഇലപൊഴിയും കാടുകളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. അതുപോലെ കോണിഫറസ് ഫോറസ്റ്റുകളും പുൽമേടുകളും തുന്ദ്രയുടെ ഭാഗങ്ങളും കുറച്ചതിനകത്ത് വരുന്നു. ഇതിൽ ഏകദേശം ഈ മേഖലയിൽ 135ഓളം ഫാമിലിയിൽ പെട്ടത് കശേരിക്കുകളാണ്, അതായത് നട്ടലുള്ളവരും 13 ഫാമിലിയിൽ പെട്ടത് ശുദ്ധജല മത്സ്യങ്ങളും കാണപ്പെടുന്നു. അടുത്ത മേഖലയാണ് നിയർട്ടിക് മേഖല എന്ന് പറയുന്നത്. കാനഡ, USA, മെക്സിക്കോ മുതൽ ഗ്രീൻലാൻഡ് വരെയുള്ള ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇലപൊഴി മരങ്ങളും കോണിഫറസ് മരങ്ങളും ഈ പ്രദേശത്ത് മൊത്തത്തിൽ കാണപ്പെടുന്നു. ഇവയും 4 മേഖലകളായി സബ് മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. കാലിഫോർണിയ സബ് റീജിയൻ, റോക്കി മൗണ്ടൻ സബ് റീജിയൻ, അലിഗാസി സബ് റീജിയൻ, കനേഡിയൻ സബ് റീജിയൻ. ഇങ്ങനെ ഈ ഒരു നിയർട്ടിക് മേഖലയെ 4 സബ് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ പൊതുവെ കാണപ്പെടുന്ന മത്സ്യങ്ങളും ഉഭയജീവികളും ഉരകങ്ങളും പക്ഷികളും സസ്തനികളുമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നിയോട്രോപ്പിക്കൽ മേഖല, ട്രോപ്പിക്കൽ മെക്സിക്കോ, സൗത്ത് അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മഴക്കാടുകളും സാവന്ന എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ് പോലെ തോന്നും, പക്ഷെ ആ ഗ്രാസ് ലാൻഡ് അങ്ങിങ്ങായിട്ട് മരങ്ങൾ ചെതറി കാണപ്പെടുന്നത്. അതായത് വളരെ ഡിസ്റ്റൻസിൽ കുറച്ച് മരങ്ങൾ മാത്രം കാണപ്പെടുന്ന പുൽമേടുകളെയാണ് സാവന്ന എന്നറിയപ്പെടുന്നത്. അങ്ങനെയുള്ള മഴക്കാടുകളും സാവന്നകളും മരുഭൂമികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് നിയോട്രോപ്പിക്കൽ മേഖല എന്ന് പറയുന്നത്. ധാരാളം പക്ഷിമൃഗാദികൾ കാണപ്പെടുന്ന ഏരിയ. എത്യോപ്യൻ മേഖല, മഡഗാസ്കർ,
സഹാറ മരുഭൂമിയുടെ സൗത്തിലുള്ള ആഫ്രിക്കൻ പാർട്ട്, സൗത്ത് അറേബ്യൻ പെനിസുല തുടങ്ങിയതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. മഴക്കാടുകളും സഹാറ മരുഭൂമി ഉൾപ്പെടുന്ന മരുഭൂമികളും പുൽമേടുകളും ഉൾപ്പെടുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ റീജിയൻ അല്ലെങ്കിൽ മേഖലയാണ് എത്യോപ്യൻ മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ സഹാറ മരുഭൂമി ഉൾപ്പെടുന്നത് ഏത് മേഖല ചോദിച്ചാൽ അത് ഇതിൽ എത്യോപ്യൻ മേഖലയാണ്. ഒട്ടക പക്ഷികളും അതുപോലെ സൺബേഡുകളും പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഈ ഒരു പ്രദേശത്താണ്. അത് എത്യോപ്യൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഒട്ടക പക്ഷികളും സൺബേഡുകളും കാണപ്പെടുന്നത്. ഇവയും 4 ഉപമേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ ഉപമേഖല, പശ്ചിമ ആഫ്രിക്കൻ ഉപമേഖല, ദക്ഷിണാഫ്രിക്കൻ ഉപമേഖല, മലഗാസി ഉപമേഖല. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് ഓറിയന്റൽ മേഖല. കഴിഞ്ഞ PSC ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു. പാകിസ്ഥാൻ, ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ എന്നിവ ഉൾപ്പെടുന്ന ഭാഗമാണ് ഓറിയന്റൽ മേഖല. കഴിഞ്ഞ HSC പരീക്ഷ വെച്ച ക്വസ്റ്റ്യൻ ഇന്ത്യ ഉൾപ്പെടുന്ന ജിയോഗ്രഫിക്കൽ റിലം ഏതെന്നായിരുന്നു. ആൻസർ അപ്പോൾ ഏതായിരിക്കും? ഓറിയന്റൽ മേഖല. ഈ മേഖലയും 4 ഉപമേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സബ് റീജിയൻ, കൈലോണിസ് സബ് റീജിയൻ, ഇൻഡോ ചൈന റീജിയൻ, ഇൻഡോ മലയൻ റീജിയൻ. ഇങ്ങനെ 4 ഉപമേഖല ഓറിയന്റൽ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. കൂടുതൽ ഭാഗങ്ങളും വനങ്ങളാണ്. ഈ മേഖലയെല്ലാം പ്രധാനമായിട്ടും വനങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ വലിയ സസ്തനികൾ കാണപ്പെടുന്ന മേഖലയാണ് ഈ ഒരു മേഖല. അതായത് ചില ഫാമിലിപ്പെട്ട സസ്തനികൾ ഈ മേഖലയിൽ മാത്രമേ കാണപ്പെടുന്നു. അതിന് എക്സാമ്പിൾ ആണ് ക്രസിയോണിക്ടറിഡെ, ഡൈറ്റമെറിഡെ, പ്ലാറ്റോകാന്തമിഡെ, ടർസിഡെ, ഹൈലോബാറ്റിഡെ തുടങ്ങിയ ഫാമിലിപ്പെട്ട സസ്തനികൾ കാണപ്പെടുന്ന ഈ മേഖലയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതുപോലെ പക്ഷികളുടെ ചില ഫാമിലികളും ഇവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഐറിനിഡെ, മെഗാലൈമിഡെ, റാപ്നോറിത്തിഡെ തുടങ്ങിയ പക്ഷികളുടെ ഫാമിലി ഈ ഒരു മേഖലയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഈ മേഖലയുടെ ഏറ്റവും അതിരിലാണ് ഹിമാലയം കാണപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും ഈ മേഖലയുടെ അതിരുകളിലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഈ മേഖലയെ, ഓറിയന്റൽ മേഖലയെ ഓസ്ട്രേലിയൻ മേഖലയുമായിട്ട് വേർതിരിക്കുന്ന ഡോട്ടർ ലൈനിനെ വാലസ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, ഓസ്ട്രേലിയൻ മേഖലയും ഓറിയന്റൽ മേഖലയും തമ്മിൽ വേർതിരിക്കുന്ന ലൈനാണ് വാലസ് ലൈൻ. ഈ ലൈനിലൂടെ തന്നെ കടന്നു വന്ന മറ്റൊരു ലൈനാണ് വെബേഴ്സ് ലൈൻ. ഇതേ ലൈനിലൂടെ കടന്നു വന്ന മറ്റൊരു ഡോട്ടർ ലൈനാണ് വെബേഴ്സ് ലൈൻ എന്ന് പറയുന്നത്. ഓറിയന്റൽ മേഖലയിലെയും എത്യോപ്യൻ മേഖലയിലെയും ജീവജാലങ്ങൾക്ക് ഒരുപാട് സാമ്യതയും ജന്തുജീവജാലങ്ങൾക്ക് ഒരുപാട് സാമ്യം ഉള്ളതുകൊണ്ട് ഈ 2 മേഖലയും, ഓറിയന്റൽ മേഖലയും എത്യോപ്യൻ മേഖലയും ചേർത്തുകൊണ്ട് പാലിയോട്രോപ്പിക്കൽ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ലാസ്റ്റ് മേഖലയാണ് ഓസ്ട്രേലിയൻ മേഖല എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഓറിയന്റൽ മേഖലയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതായത് ഏത് ലൈനിലാണ്? വാലസ് ലൈൻ കൊണ്ടാണ് അതിർത്തി തിരിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ന്യൂ ഗിനിയ, പസഫിക് സമുദ്രത്തിലെ വാലിസിന് സമീപമുള്ള ദ്വീപുകൾ തുടങ്ങിയതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ മേഖല എന്ന് പറയുന്നത് ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല എന്നിവയുടെ മിശ്രിതമായിട്ടുള്ള ഒരു മേഖലയാണ്. ഉഷ്ണമേഖലയും അതുപോലെ മിതോഷ്ണ മേഖലയും ചേർന്ന് വരുന്ന ഒരു മേഖലയാണ് ഓസ്ട്രേലിയൻ മേഖല. ഇതിനെയും 4 ഉപമേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഉപപ്രദേശം, ഓസ്ട്രോ മലയൻ ഉപപ്രദേശം, പോളിനേഷ്യൻ ഉപപ്രദേശം, അതുപോലെ ന്യൂസിലാൻഡ് ഉപപ്രദേശം. ജിയോഗ്രഫി റിലം നിന്ന് കഴിഞ്ഞ ചോദിച്ചത് ഇന്ത്യ ഉൾപ്പെടുന്ന റിലം ഏതെന്നാണ്. അപ്പോൾ ഓറിയന്റലാണ്. അതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പോയിന്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതെല്ലാം നോട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം പാകിസ്ഥാൻ ഉൾപ്പെടുന്ന റിലം ചോദിച്ചാലും ഓറിയന്റൽ മേഖലയാണ്. അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടാത്ത ഏഷ്യൻ ഭൂഖണ്ഡം വരുന്ന മേഖല ആദ്യം പഠിച്ച മേഖലയാണ്. അത് ഓർത്തിരിക്കുക. അങ്ങനെയുള്ള റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വേണം ഇത് പഠിക്കാൻ. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന